തൃശ്ശൂർ പട്ടിക്കാട് സ്വദേശി MK ഫൈസി SDP-യുടെ നേതാവാണ്. അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു അറസ്റ്റ് നടന്നിട്ടും വലിയ തരത്തിലുള്ള പ്രതിഷേധം SDP-യുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല, നമ്മുടെ മീഡിയയുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അറസ്റ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയ വാർത്തകളും അതിൻ്റെ തുടർ നടപടികളും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ഇവിടുത്തെ പറയുന്നത് ഈ PFI എന്ന് പറയുന്ന സംഘടനയുടെ മറ്റൊരു രൂപമാണ് SDP എന്ന് വെച്ചാൽ ആന്തരികമായ ഒരു പ്രവർത്തനം, ബാഹ്യമായി വേറൊരു പ്രവർത്തനം. ഇത് മീഡിയയൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണോ ഒരു സപ്പോർട്ട് കൊടുക്കാത്തത്? അതൊന്നുമല്ല. മീഡിയ സപ്പോർട്ട് കൊടുക്കാത്തതിൻ്റെ ഒരു കാര്യം, മീഡിയ വലിയ ധർമ്മസങ്കടത്തിലാണ്. ഈ ഫൈസിയുടെ അറസ്റ്റ് പൊലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഹിന്ദു ബാക്ക്ലാഷ് ഉണ്ടാവും. എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമാണ്, പോപ്പുലർ ഫ്രണ്ടും SDP-യും ഒളിഞ്ഞും തെളിഞ്ഞും LDF-നും UDF-നും പല സ്ഥലത്തും പിന്തുണ കൊടുത്തിട്ടുണ്ട്. അവർ ചോദിച്ചിട്ടുണ്ട്, ഇവർ കൊടുത്തിട്ടുണ്ട്, ചോദിക്കാതെ തന്നെ കൊടുത്തിട്ടുണ്ട്. പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങേര് ജയിച്ചല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇങ്ങേര് ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം SDP-യുടെ ആയിരുന്നു. അതെ, ആദ്യം തെരുവിലിറങ്ങിയത് SDP ആണ്. അപ്പോൾ വാട്ട് ഡസ് ഇറ്റ് ഷോ? അത് നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. SDP-, പോപ്പുലർ ഫ്രണ്ട്, ജമായത്തെ ഇസ്ലാമി, അവരുടെ പൊളിറ്റിക്കൽ വിങ് വെൽഫെയർ പാർട്ടി, ഈ ജാതി ആൾക്കാരെല്ലാം LDF-നെയും UDF-നെയും ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട്. പലപ്പോഴും അതിൽ നുഴഞ്ഞു കയറിയിട്ട് സ്ഥാനങ്ങൾ പിടിച്ചു പറ്റിയിട്ടുമുണ്ട്. ആ സ്ഥാനത്തൊക്കെ ഇപ്പോഴും അവരിരിപ്പുമുണ്ട്. അപ്പം ഇത് പൊതുജനങ്ങൾക്കറിയാം. ആ സമയത്ത് SDP-യുടെ പരമോന്നത നേതാവിനെ അറസ്റ്റ് ചെയ്തു, അത് മോശമായിപ്പോയി എന്നുള്ള രീതിയിൽ വാർത്തയോ ചർച്ചയോ നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾ എതിരാകും, LDF-നും UDF-നും എതിരാകും. അതിലൂടെ BJP-ക്ക് ഗുണം കിട്ടും. അപ്പം അത് ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്തില്ലെങ്കിലോ SDP-, പോപ്പുലർ ഫ്രണ്ട് ഒക്കെ അവർ ദേഷ്യപ്പെടും, എന്തുകൊണ്ട് ഈ വാർത്ത ചെയ്തില്ല. അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ദോഷമേ വരുള്ളൂ. SDP-, അല്ലെങ്കിൽ തന്നെ ഭയങ്കര കലിപ്പിലാണ്. ഒരാഴ്ച മുമ്പോ 10 ദിവസം മുമ്പോ ആണ് SDP-, വലിയ പ്രകടനങ്ങൾ നടത്തി ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ. അത് ഇത്തവണ പാട്ടായിരുന്നു, നല്ല ഉശിരൻ പാട്ട്, മുദ്രാവാക്യങ്ങളല്ല, പാട്ടായിരുന്നു. കൊല്ലത്ത് നടത്തി, കാസർഗോഡ് നടത്തി, പിന്നെ ഒരു സ്ഥലത്തും കൂടെ 3-4 സ്ഥലത്ത് നടത്തി. നല്ല ഉശിരൻ പ്രകടനം, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആയിട്ട്. ബട്ട് ആരും അത് റിപ്പോർട്ട് ചെയ്തില്ല. സോഷ്യൽ മീഡിയ പോലും അത് മിസ്സായിപ്പോയി. ഇത് നേരത്തെ മുതൽ ഇവർക്കുള്ള പ്രശ്നമാണ്. പോപ്പുലർ ഫ്രണ്ട് 2009 മറ്റോ കോഴിക്കോട് വലിയൊരു മഹാസമ്മേളനവും പ്രകടനവും നടത്തി. 2 ലക്ഷം പേരുടെ പ്രകടനം. 2 ലക്ഷം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ബട്ട് അവർ ക്ലെയിം ചെയ്ത് 2 ലക്ഷമാണ്. ഒറ്റ ന്യൂസും ഇത് കവർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല, ഒരു ചാനൽ. അവർ പൈസ കൊടുത്ത് അന്നത്തെ റിപ്പോർട്ടർ ചാനലിനെ കൊണ്ട് കവർ ചെയ്യിച്ചു, ബൈ പേയിങ് മണി. റിപ്പോർട്ടർ ചാനൽ ഇത് സ്പോൺസേഡ് എന്ന് എഴുതി വെച്ചിട്ട് തന്നെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തു. ശരിയാണല്ലോ, പൈസ വാങ്ങി, അത് സ്പോൺസേഡാണ്. ഒരു ടൈം അവർക്ക് കൊടുത്തു, ഒരു 15 മിനിറ്റ് അവരുടെ പ്രസംഗം, പ്രകടനം, ഇതൊക്കെ ആയിട്ട് 15 മിനിറ്റിന് കാശ് വാങ്ങിച്ച് സ്പോൺസേഡ് പ്രോഗ്രാം എത്രയോ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് അവർ അവരുടെ ശക്തി തെളിയിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അത് ചെയ്യുന്നില്ല. അവർ സ്പോൺസേഡ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ തന്നെ അപകടമാകും. കേരളത്തിൽ ഇപ്പോഴത്തെ ധർമ്മസങ്കടം ഈ ഹിന്ദു വോട്ട് ബാങ്കാണ്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കേരളത്തിൽ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് രൂപം കൊണ്ട് കഴിഞ്ഞു. അത് ആരെയും ജയിപ്പിക്കാൻ പ്രാപ്തമല്ലെങ്കിലും ഒരുപാട് പേരെ തോൽപ്പിക്കാൻ അതിന് സാധിക്കുന്നു. അങ്ങനെയാണ് ശബരിമല കഴിഞ്ഞപ്പോൾ CPM-ന് 1 സീറ്റായിട്ട് മാറി. കഴിഞ്ഞ തവണയും ഒക്കെ ഇത് ആൻറ്റി LDF ആയിട്ട് പ്രവർത്തിക്കുന്നു ഈ വോട്ട്. ഇതേ വോട്ട് പക്ഷേ നിയമസഭ വരുമ്പോൾ പ്രോ LDF ആകുന്നു. ആ സ്വിങ് നോക്കിയാൽ അറിയാം. അപ്പോൾ ഒരു ഹിന്ദു വോട്ടിൻ്റെ കൺസോളിഡേഷൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ ഈ വോട്ട് വന്നിരിക്കുന്നു. സബ്സ്റ്റാൻഷ്യൽ ക്രിസ്ത്യൻ വോട്ട് വന്നിട്ടില്ല. ബട്ട് കാസ ഇതുപോലുള്ള സംഘടനകളുടെ പ്രവർത്തന ഫലമായിട്ട്
കൂടുതൽ ക്രിസ്ത്യൻ വോട്ട്. ഇപ്പോൾ PC ജോർജിനെതിരെ കേസ് വന്നില്ല. കേസ് വന്നിട്ട് പോലീസ് ആദ്യം അനങ്ങിയില്ല. എന്താ അനങ്ങാഞ്ഞ്? ആദ്യം ഒരു തവണ അവർ വെളുപ്പിനെ പോയിട്ട് ഈരാറ്റുപേട്ട പൂഞ്ഞാറിൽ പുള്ളിയുടെ വീട് വളഞ്ഞ് വെളുപ്പാൻ രാവിലെ പുള്ളിയെ പൊക്കിക്കൊണ്ട് തിരുവനന്തപുരത്തൊക്കെ പോയതാണ്. ഈ ഷോ നടത്തി കഴിഞ്ഞപ്പോൾ PC ജോർജ് ഒന്നുകൂടെ വലുതായി. പിന്നെ അടുത്ത ഷോ വേണ്ട എന്നായിരുന്നു പോലീസിൻ്റെ തീരുമാനം. പക്ഷേ ഈ മുസ്ലിം ഗ്രൂപ്പ്സ് ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്തു. അവസാനം നിയമപരമായിട്ട് ചെയ്യാവുന്ന ഇപ്പം PC ജോർജ് പോയി കോടതിയിൽ കീഴടങ്ങി ഇതൊക്കെ ചെയ്തു. ബട്ട് ഫൈനലി എന്ത് സംഭവിച്ചു? PC ജോർജിൻ്റെ സോഷ്യൽ സ്റ്റേച്ചർ, പൊളിറ്റിക്കൽ സ്റ്റേച്ചർ വർദ്ധിച്ചു. കുറേ അധികം ക്രിസ്ത്യാനികൾ കൂടെ BJPയുടെ കൂടെ, അഥവാ ഹിന്ദുക്കളുടെ ഒരു ലൂസാണിതൊക്കെ, BJPയുടെ കൂടെ കൂടി എന്നൊന്നും പറയാറായിട്ടില്ല. ബട്ട് ഒരു കോൺഗ്ലോമറേഷൻ തയ്യാറായിട്ട് വരുന്നു. എക്സിസ്റ്റിംഗ് ഹിന്ദു വോട്ട് ബാങ്ക് പ്ലസ് എ ലൂസ് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്. അത് ഫുള്ളി ക്രിസ്റ്റലൈസ് ആയിട്ടില്ല, ബട്ട് അത് ഉണ്ടായി വരുന്നു. ഇതാണ് ഇവിടുത്തെ ധർമ്മസങ്കടം. ഇപ്പോൾ വാട്ടുടു വളരെ പ്രബലമായിട്ടുള്ള ഇസ്ലാം, അത് വർഷങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അവരുടെ കാല് കഴുകി വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. ഹിന്ദുക്കളെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരുന്നു. മെല്ലെ മെല്ലെ ക്രിസ്ത്യാനികളെ അപമാനിച്ചാലും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ക്രിസ്ത്യാനികളുടെയും മെക്കിട്ട് കയറാൻ തുടങ്ങി. എന്നാൽ പോലും വലുതായിട്ടൊന്നും എപ്പോഴും ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ശബരിമല സ്ത്രീ പ്രവേശനം, അത് എത്ര നാൾ, എത്ര TV-ക്കാർ എത്ര മണിക്കൂർ ചർച്ച ചെയ്തു. അതേസമയം കത്തോലിക്ക സഭയുടെ കുർബാന പ്രശ്നം ഒരു തവണ ഒരു ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടോ? അതിൽ ഈ പറഞ്ഞ സെക്യുലർ ആൾക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്നും കയറ്റണ്ടെന്നും ഒക്കെ അഭിപ്രായം പറഞ്ഞിരുന്നു. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും അതിൽ അഭിപ്രായം ഉണ്ടായിരുന്നു. കുർബാന പ്രശ്നം ഇതുപോലെ ഇവിടെ അമ്പലത്തിലെ പ്രശ്നം, അവിടെ പള്ളിയിലെ പ്രശ്നം. എന്താ ഇതിലൊരു അഭിപ്രായമില്ലാത്തത്? അന്ന് ഏറ്റവും അശ്ലീലമായ ഒരു ചർച്ച ഞാൻ കണ്ടത് ഷാനി പ്രഭാകർ നയിച്ച ശബരിമല ചർച്ചയാണ്. സുനിൽ P. ഇളയിടം, ശ്രീധരൻ പിള്ള, പിന്നെ C. ദിവാകരനാണെന്നാണ് എൻ്റെ ഓർമ്മ, സമ്മൺ ഫ്രം ദാറ്റ് സൈഡ്. ആദ്യത്തെ 11 മിനിറ്റ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് സുനിൽ P. ഇളയിടം സംസാരിക്കുന്നു. ഒരു ചർച്ചയിൽ 11 മിനിറ്റ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ അശ്ലീലം അതായിരുന്നു. മീഡിയയിലെ ഏറ്റവും വലിയ അശ്ലീല ചിത്രം. 11 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് ഈ കുർബാന പ്രശ്നം ഷാനി പ്രഭാകർ ചർച്ച ചെയ്യുന്നു. ചെയ്യില്ല. വാട്ട് ഈസ് റോങ് വിത്ത് യു എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് വെൻ യു ഡിസ്കസ് ഓൺ റിലിജിയൻ ഫ്രീലി, വൈ ഡോണ്ട് യു ഡിസ്കസ് ദ അതർ റിലിജിയൻ? അത് പേടിയാണ്. ബട്ട് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഇത്രയും പോലും ചെയ്യില്ല. ഇപ്പോൾ പതുക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒരു പ്രസ്താവന ഇട്ടൊന്ന് ചർച്ച ചെയ്യും. ഈ വ്യായാമം ചെയ്യുന്ന സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വേണ്ട എന്നൊരാൾ പറഞ്ഞു. അത് ശരിയല്ല എന്ന് പറഞ്ഞു. അത് എല്ലാ ചാനലും ഒന്നങ്ങ് ചർച്ച ചെയ്ത് വിട്ടു. കാരണം ഈ ഞാനോ സിനിജിയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി വേണ്ടേ. അപ്പോൾ വ്യായാമം ചെയ്തതിൻ്റെ ഒരെണ്ണം ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ഒരു സാധനം മാത്രമാണ് കയ്യിലുള്ളത്. ബട്ട് അതെങ്കിലും അത് കയ്യിൽ വേണമല്ല. മുസ്ലിം ഭൂരിപക്ഷമുള്ളിടത്ത് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനായിട്ട് ഒരു പൊന്നാനി അവർ പോക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. പൊന്നാനി ശരി, അടുത്തത് അല്ല പൊന്നാനി ഉണ്ടല്ലോ, അല്ല ഒരെണ്ണം കൂടെ പറഞ്ഞു കേട്ടോ, അല്ല അവിടെ തടഞ്ഞു പോകും. അപ്പം ഇങ്ങനെ ഒരു കാർഡ് അവർ കയ്യിൽ വയ്ക്കും. അതിന് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കി വയ്ക്കും. ഇതൊക്കെയാണ് മാധ്യമരംഗത്ത് സംഭവിച്ചത്. ചേട്ടാ, ഇപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ഇപ്പോൾ ഈ 2009 ഈ പറയുന്ന ഒരു സമ്മേളനം കോഴിക്കോട് നടന്നു. അന്ന് ഞാനൊരു ചാനലിൻ്റെ റിപ്പോർട്ടറായിട്ട് കോഴിക്കോട് ജോലി ചെയ്യുന്ന സമയമാണ്. അന്ന് എന്നെയും ഇത് റിപ്പോർട്ട് ചെയ്യാൻ വിട്ടിരുന്നപ്പോൾ മുകളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്, ഇത് നമുക്ക് ഫയൽ ചെയ്യാനുള്ള വിഷയമാണ്. ചാനലുകളെ സംബന്ധിച്ച് വലിയ ഇഷ്യൂസ് നടക്കുമ്പോൾ അത് മൊത്തം നമ്മൾ പോയി ഷൂട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് കുറച്ച് ഭാഗം എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫയലായിട്ട് ലൈബ്രറി സൂക്ഷിക്കും, പിന്നീട് എക്കാലം ഉപയോഗിക്കാൻ വേണ്ടി. എല്ലാ ചാനലുകളും ആ സാധനം റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ എത്തിയിരുന്നു. എല്ലാ ചാനലുകളും
ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. അന്ന് BJPക്ക് കേരളത്തിൽ ഇത്രയും വളർച്ചയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രൊമോഷൻ കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷേ പിന്നീട് അങ്ങനെയല്ല. SDPക്കാർ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും പോപ്പുലർ ഫ്രണ്ടുകാർ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും അവർ ധൈര്യസമേതം മീഡിയയുടെ മുമ്പിൽ വരികയും എന്താണോ ഞങ്ങളെ എടുക്കാത്തത്, എന്താണോ ഇത് കൊടുക്കാത്തതെന്ന് ധൈര്യപൂർവ്വം നോക്കി ചോദിക്കുക. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും എതിർക്കുന്നവരെയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ SDPക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധിയെ നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ അവർ എത്ര ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നാലും ചാനലുകൾ വേണ്ട പ്രൊമോഷൻ കൊടുക്കുന്നില്ല. അതിൻ്റെ കാര്യം ഈ PFI പൈസ മേടിച്ചിട്ട് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നു, ഈ പിന്നെ വിധ്വംസക പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ റിപ്പോർട്ടൊക്കെയാണ് ED പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ പേടിച്ചു എന്നാണോ മാധ്യമങ്ങൾ? മാധ്യമങ്ങൾ പേടിയൊക്കെ ഉണ്ട്. മാധ്യമങ്ങൾക്ക് ഇപ്പം നാസറുദ്ദീൻ അളമരം അദ്ദേഹം ഒരു പ്രമുഖ പത്രത്തിൽ എഡിറ്റ് പേജിൽ ലേഖനം എഴുതുമായിരുന്നു. ഒരു 6 മാസത്തോളം ലേഖനം വന്നുകൊണ്ടിരുന്നു. അതൊരു പെയ്ഡ് ഏർപ്പാടായിരുന്നു. എനിക്കറിയാം എത്ര പൈസ കൊടുത്തിരുന്നു എന്നൊക്കെ. ബട്ട് നത്തിങ് റോങ് ഇൻ ദാറ്റ്. നിങ്ങളുടെ വ്യൂ ഒരു പത്രവും കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ കാശ് തരാം, നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കുന്നു. കാശ് അത്യാവശ്യമാണ് പത്രങ്ങൾക്ക്, അതുകൊണ്ട് വാങ്ങിച്ച് കൊടുത്ത് കാണുന്നു. നാസറുദ്ദീൻ അളമരം ഇപ്പോൾ അറസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഇത്തരം മാധ്യമങ്ങൾക്കും പേടിയുണ്ട്. മാധ്യമങ്ങളെ പോപ്പുലർ ഫ്രണ്ട് നേരിട്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അവർ നിരോധിക്കപ്പെടാത്ത സമയത്ത് അവർ എല്ലാ എഡിറ്റർമാരെയും ചെന്ന് കാണും. ന്യൂസ് ചാനലിലെയും പത്രങ്ങളിലെയും 10-12 പേരുണ്ടാവും. അവരുടെ ഇസ്ലാമിക വേഷത്തിലായിരിക്കും പോകുന്നത്. നല്ല തടിയും തണ്ടുമുള്ളവർ, വളരെ മനോഹരമായിട്ട് മൃദുവായിട്ട് സംസാരിക്കും. ഞങ്ങളുടെ വാർത്ത ബ്ലാക്ക് ഔട്ട് ചെയ്യരുത്, ആ വാർത്ത എതിരായിട്ട് കൊടുത്തോളൂ, പക്ഷെ കൊടുക്കണം. നിങ്ങൾക്ക് ഞങ്ങളോട് യോജിപ്പില്ലായിരിക്കാം, യോജിപ്പില്ല എന്ന് തന്നെ നിങ്ങൾ എഴുതുക, പക്ഷേ ബ്ലാക്ക് ഔട്ട് ചെയ്യരുത്. അപ്പോൾ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ബ്ലാക്ക് ഔട്ട് ചെയ്യില്ലല്ലോ. ഇത് ഒരു ഇൻഡയറക്റ്റ് ഭീഷണിയാണ്. എഡിറ്റർമാരുടെ അകവാള് വെട്ടിപ്പോവും. കാരണം നല്ല കട്ടയന്മാർ 12 പേരാണ് വന്നിരിക്കുന്നത്. സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഈ മോഹൻലാൽ പറയുന്ന പോലെയാണ്, ചെങ്കളം മാധവ നീ പൊക്കോ, ഞാൻ വരും. ചിരിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. ചെങ്കളം മാധവനോട് കാണുന്ന ഈ മാർക്കറ്റിലേക്ക് പൊക്കോ, ഞാൻ പിന്നാലെ വന്നേക്കാം. എൻ്റെ പേര് ജഗന്നാഥൻ എന്നാണ്, ഞാൻ വരും. ദിസ് ഈസ് ദ വേ ദ പ്രസൻറ്റ് ദ കേസ്. ഇതിൽ ഭീഷണിയുണ്ട്, അതിൽ പേടിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം, ഇപ്പോൾ എനിക്കതിൻ്റെ പേര് പറയാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് വേറൊരു ദിവസം ഞാൻ പേര് പറയാം. അവർ റിപ്പോർട്ടർമാർ വരുന്ന വാർത്ത മുഴുവൻ പ്രോ ഹിന്ദു വാർത്തകളാണ്. അവർ പറഞ്ഞു ഇത് കൊടുക്കാൻ പറ്റില്ല, വേറെ വാർത്തയുണ്ടായി കൊണ്ടുപോകാം. ആൻറ്റി ഹിന്ദു വാർത്തകൾ നോക്ക്, അത് തീരെ ചെറുതാണെങ്കിലും പൊലിപ്പിച്ച് അത് കൊണ്ടുപോകാം. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഇതൊരു 15 വർഷമായിട്ടുണ്ട്. ദേ ട്രെയിൻ ദെയർ ഓപ്പറേറ്റേഴ്സ്, റിപ്പോർട്ടേഴ്സ് ഹൗ ടു റിപ്പോർട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ റിപ്പോർട്ടർമാർക്ക് അറിയാം ഈ വാർത്ത കൊടുക്കാൻ പാടില്ലാത്തതാണ്, ഇത് ഹിന്ദുക്കൾക്ക് അനുകൂലമാകും, കൊടുക്കേണ്ട, ഇത് ഹിന്ദുക്കൾക്ക് എതിരാകും, അത് കൊടുക്കാം. ഇതൊക്കെയാണ് മലയാള മാധ്യമങ്ങൾ നടക്കുന്നത്. ആരെത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ മാധ്യമങ്ങളെ ഒരുപാട് വിമർശിച്ചതുകൊണ്ട് അതിനുള്ളിൽ ഇതിനോട് പ്രതിഷേധമുള്ള ആൾക്കാർ എന്നെ വിളിച്ച് പറയും ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് പറയും. പക്ഷേ പേര് സംഗതിയൊക്കെ രഹസ്യമായിരിക്കണം. ഞാനത് പുറത്ത് വിടാറുമില്ല കേട്ടോ. ഉത്തമ വിശ്വാസത്തിൽ ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മളത് പുറത്ത് പറയാൻ പാടില്ല. ഇപ്പോഴും ഞാൻ ആ ചാനലിൻ്റെ പേര് പുറത്ത് പറയാത്തത് ഈ ഒരു എന്നോട് അന്ന് പറഞ്ഞ ആൾ ഇന്നിപ്പോൾ ആ ചാനലിലൊന്നുമില്ല. ഞാൻ പേര് പറഞ്ഞാലും ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. പക്ഷേ ഇത് കാണുന്നവരിൽ വിവരമുള്ളവർക്ക് മനസ്സിലാവും എവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വല്ലാത്ത കുഴപ്പത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അവർക്കിപ്പോൾ ഒരു ലൈൻ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ PFI തന്നെയാണ് SDPI എന്ന് ED പറഞ്ഞതോടുകൂടി ഈ മാധ്യമങ്ങളുടെ കള്ളമെല്ലാം പൊളിഞ്ഞു. അത് വെച്ചാൽ മാധ്യമങ്ങളും കൈവിട്ടു, SDPIക്ക് നിരോധനം വരുന്നു. അങ്ങനെ ഇത് ആർക്കും അറിഞ്ഞുകൂടാത്തെ PFIയും SDPIയും ഒന്നാണ് എല്ലാവർക്കും അറിയാം. EDക്ക് ഇത് പറയാനുള്ള തടസ്സം, EDക്ക് ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡോക്യുമെൻ്റ് വേണം. ED കേസുകളെല്ലാം ഡോക്യുമെൻറ്റിൻ്റെ പുറത്താണ്. ഒരാളിൻ്റെ മൊഴി എന്ന് പറയുന്നത്, വാമൊഴി എന്ന് പറയുന്നതിന് വലിയ വാല്യൂ ED കേസിലില്ല. ഉണ്ട്, ബട്ട് അവരുടെ നോക്കിയോ അവരുടെ കേസ് മുഴുവൻ ഡോക്യുമെൻസിൻ്റെ പുറത്ത് വേണം ബിൽഡപ്പ് ചെയ്യാൻ. അപ്പോൾ അവരെ സമയത്തോളം ഒഫീഷ്യലി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അവർ
ദേ വെൻ ടു ദ റൂട്ട്സ് ഓഫ് PFI ആൻഡ് SDPI. എന്നിട്ട് അവർ പറഞ്ഞു ഇത് സ്ഥാപിച്ച ആളുകൾ ഒന്ന് തന്നെയാണ്. ഇതിൽ നിന്ന് ഫണ്ട് അതിലേക്ക് പോയിട്ടുണ്ട്, അതിൽ നിന്ന് ഫണ്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഒരേ വേരിൽ നിന്ന് പൊങ്ങിയിട്ട് രണ്ട് ശിഖരമായതാണ് പോപ്പുലർ ഫ്രണ്ടും SDPI എന്ന് ഡോക്യുമെൻ്റ് വഴി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചപ്പോഴാണ് ഫൈസിയെ അവർ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അവർ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട്, EDയും ഒരു റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കണമില്ല. 6 ദിവസത്തെ കസ്റ്റഡിയിൽ, 10 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചത് ഫൈസിയെ, 6 ദിവസം കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ടിൽ അതിവിടെ ആരും റിപ്പോർട്ട് ചെയ്തില്ല, ബട്ട് ഹിന്ദി ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ റിമാൻഡ് റിപ്പോർട്ടിൽ അവരിത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സാധനം ഞങ്ങൾ അന്വേഷിച്ചതിൻ്റെ സ്ഥാപക നേതാക്കൾ ഒരേ ആൾക്കാരാണ്. പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് SDPIക്ക് പൈസ പോയിട്ടുണ്ട്, SDPIയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിലേക്ക് പൈസ പോയിട്ടുണ്ട്. ഏകദേശം കോമൺ ഫണ്ട് പോലെയാണ് ഇവർ പൈസ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അക്കൗണ്ട് രണ്ടുണ്ട്, പക്ഷേ ദേ ഓപ്പറേറ്റ് ആസ് ഇഫ് ഇറ്റ് ഇസ് എ കോമൺ ഫണ്ട്. എസ്ക്രോ അക്കൗണ്ട് എന്നൊക്കെ പറയുമല്ലോ, എനിക്കും ജോയിൻ്റ് അക്കൗണ്ട് ആ രീതിയിലാണ്, അത്രയ്ക്ക് ക്ലോസ് ആയിട്ടാണ് ഓപ്പറേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് വെരി ക്ലിയർ, ഡോക്യുമെൻ്റ് ആയി. എന്നിട്ട് ഫൈസിയെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് റിപ്പോർട്ടിൽ ഇത് എഴുതി കൊടുത്തു. അങ്ങനെയാണ് 6 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടാകുമായിരിക്കും, നമുക്ക് കാത്തിരിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.